പുള്ളിക്ക് വണ്ടിക്കൂലിയില്ലായിരുന്നു പോവാൻ. ആ പൈസ നീ മേടിച്ചു കൊടുത്തോ? ഇത് നഷ്ടമാണല്ലോ ഇത്. നഷ്ടം തന്നെ നഷ്ടം. പിന്നെ നമ്മളെ ഇവിടുത്തെ പിച്ചക്കാരൻ താരയില്ലേ? ആ താര. അവളെ എനിക്ക് കെട്ടിച്ചേർന്നു. പിച്ചക്കാരൻ താരയെ നിനക്ക് കെട്ടിച്ചു തരാനോ? നീ അവളെ എങ്ങനെ പോറ്റും? ഞാൻ പിച്ച എടുത്തിട്ടാലും ഞാൻ അവളെ പോറ്റും. അത് ശരി. നീ ഇവിടെ സർക്കാർ ജോലിയാണോ ചെയ്യുന്നേ? പഴയ താരല്ലേ ഇപ്പൊ പുതിയ താര? അപ്പം പുതിയ താര? പഴയ താര പുതിയ താര എന്നല്ല പറഞ്ഞേ. പഴയ താരയല്ല ഇപ്പഴത്തെ ഈ പുതിയ താര. അതാരാ ഈ താര? ഈ താര അതാ ഇപ്പൊ പാര. ആ പോരാ ചേട്ടാ ഇതായി പറഞ്ഞത് ഇവന് എന്തോ ഒരു കേസ് കെട്ടി വന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തോ പുള്ളിക്ക്? പുള്ളിക്ക് അത് നീ പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു മനസ്സിലാക്കി. അപ്പൊ ഞാൻ പോയി ഇച്ചിരി വെള്ളം കുടിച്ചിടുമ്പോഴത്തേന് ഇവന് ഇവിടുത്തെ നടത്തിപ്പ് മൊത്തം ഇവനെ പറഞ്ഞ് പഠിപ്പിക്കണം. തീർച്ചയായും. ഓക്കെ. ആശാൻ പോയിട്ട് വാ. കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ ആശാൻ. ഇതൊന്ന് പിടിച്ചാട്ടെ ഐശ്വര്യമായിട്ട്. വേറൊരു കാര്യം, ഇവിടുത്തെ പിച്ച ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? ഇവിടെ പിച്ച ക്ലാസ് ഉണ്ടോ? എടാ 1-2 ക്ലാസ് നമ്മൾ അറ്റൻഡ് ചെയ്ത് കണ്ടല്ലോ. നാളെ നേരം വെളുക്കുമ്പോൾ നീ നാട് റോഡിൽ തെണ്ടി തിരിഞ്ഞ് നടക്കേണ്ടി വരും. ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്താ? ഒരു ക്ലാസ് പിച്ച ക്ലാസ് ഇവിടുത്തെ. എന്നിട്ട് പിന്നെ ഞാൻ എങ്ങനെ ഇവിടെ വന്നതെന്ന് അറിയാം നിനക്ക്? ഇല്ല. എനിക്ക് നേരത്തെ പെയിന്റിംഗ് ആയിരുന്നു ജോലി. നല്ല പണിയല്ലായിരുന്നോ സാറേ? നല്ല പണിയൊക്കെ തന്നെ. പക്ഷെ പെയിന്റിങ് ചെയ്യുമ്പോ എന്റെ ദേഹത്തെല്ലാം ചാറ് വരെ അന്നപ്പം പെയിന്റ് വീഴും. അയ്യോ വൃത്തികേടാവും. പിന്നെ വൃത്തികേടല്ലേ? പിന്നെ അത് കഴുകി കളയണം. അവിടെ കുത്തിയിരുന്നു. ഭയങ്കര പാടാ. ഞാൻ പിന്നെ ആ പരിപാടി അങ്ങ് നിർത്തിയിട്ട് പിച്ചയ്ക്ക് ഇറങ്ങി. സാറിന്റെ കഥ കേട്ടപ്പോഴാ കേട്ടോ എനിക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു. ജോലി എന്ന് പറഞ്ഞാൽ എനിക്ക് തഹസീൽദാറായിട്ടൊരു ജോലി. സൂപ്പർ ജോലിയാണല്ലോ. പിന്നെ സൂപ്പർ ജോലി നിങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതി. എടാ ഒരിടത്ത് കുത്തിയിരുന്ന് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന പരിപാടിയാ അത്. അത് നല്ല ജോലിയല്ലേ? അതെന്തോ നല്ല ജോലി എന്ന് പറയുന്നത്. നമ്മക്കാന്ന് എങ്ങനെ ഇറങ്ങിയൊക്കെ നടന്ന് ഒരു വീടിയൊക്കെ വലിച്ചൊരു ചായയൊക്കെ കുടിച്ച ആൾക്കാരെയൊക്കെ ഒന്ന് കണ്ട് ഇങ്ങനെ നടക്കുന്ന ജോലി ആയിരിക്കണം എനിക്കിഷ്ടം. അങ്ങനെ ഞാൻ ഈ ജോലിയെ കളഞ്ഞിട്ട് പിന്നെ ഞാൻ 2 ദിവസം കാത്തിരുന്നപ്പോഴാണ് വേറൊരു ജോലിക്ക് എന്നെ വിളിച്ചു. അതെന്തോ ജോലി? ആധാരം എഴുതാൻ. സൂപ്പർ ജോലി. എന്നെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ സൂപ്പർ ജോലിയാണ്. ഞാൻ അവരോട് ചോദിച്ചു നടന്നോണ്ട് എഴുതാൻ പറ്റുമെന്ന്. അവര് പറഞ്ഞു നടന്നോണ്ട് എഴുതാൻ പറ്റത്തില്ല, ആൾക്കാരെ പിടിച്ചിരുത്തിയിട്ട് അവർക്ക് വേണ്ടുന്ന രീതിയിൽ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. നടന്നോണ്ട് എഴുതാൻ പറ്റുമോ? ആധാരം എനിക്ക് ഇതൊക്കെ ഒന്ന് പഠിപ്പിച്ചു തരാം. എല്ലാ കാര്യങ്ങളും ഞാൻ പഠിപ്പിച്ചു തരാം. പൈസ വേണോ? പൈസ വേണം. ഞാനെങ്കിൽ ഇത് കളിച്ച് കയറ്റി. ഞാൻ പറഞ്ഞതാ പുള്ളി. നീ ഇപ്പൊ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആദ്യം നീ എന്തുവാ പറയുന്നത് ഭിക്ഷയ്ക്ക് വേണ്ടി? വല്ലതും തരണേ. ചുമ്മാ വല്ലതും തരണേ എന്ന് പറഞ്ഞാൽ നിന്റെ ആരാണ്ട് ഇരിപ്പുണ്ടോ ആ വീട്ടില്? ഇല്ല. എടാ ഞാൻ കാണിക്കും. അമ്മ വല്ലതും തരണേ, കാണിച്ചേ. അമ്മ വല്ലതും തരണേ. കയറി വരട്ടെ. വല്ലതും തരണേ. അമ്മ ഈ അടിച്ചെറിയില്ലേ ഇതാ അങ്ങനെ അനക്ക് രണ്ടും കൂടെ കിട്ടുമെന്ന്. അത് കിട്ടും. അനക്ക് അമ്മ എലി പുന്നല്ലേ തിന്നുന്ന പോലെ പിടിക്കുന്നത് ഒറ്റടിയാൻ തരും. അങ്ങനല്ല ചെയ്യുന്നത്. കറക്റ്റായിട്ട് അമ്മ ഇത് മതി, നീ ഇത്രയും പഠിച്ചാൽ മതി. എനിക്ക് വയ്യ കടന്ന് വായിക്കാൻ. ഞാൻ ആ നാളെ പിച്ചയ്ക്ക് കൊണ്ടുള്ള പിച്ചച്ചട്ടിയൊക്കെ ഒന്ന് തുടച്ചു നോക്കട്ടെ. പുള്ളി വരുമ്പോഴത്തേനും സെറ്റ് ചെയ്ത് വെച്ചിട്ട് നാളെ പഠിപ്പിച്ചോളാം. അവനെ പറഞ്ഞു കൊടുത്തോ? കുറച്ച് കാര്യം പറഞ്ഞോ. വലിക്കത്തില്ലേ? അയ്യോ ഞാൻ വല്ലപ്പോഴും ഒരു ഗോൾഡ് വലിക്കും. അതല്ലെന്ന് ഈ പണിയെടുത്തില്ലേ വലിക്കത്തില്ലേ? അതങ്ങനെ ആയിരിക്കും. വലിക്കൂ. അടിക്കുവോ? എപ്പോഴും ചെറുതറന്നു. അതല്ല നീ പൈസ തന്നില്ലേ എന്നെ അടിക്കുവോ? സാറിന് ഞാൻ എന്തിനാ അടിക്കുന്നത്? അപ്പൊ അത് രണ്ടും ഓക്കെ ആയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഇനി ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഈശ്വര പ്രാർത്ഥന. ഈശ്വര പ്രാർത്ഥന നമുക്ക് അറിയാമല്ലോ. പഠിച്ചു ഞാൻ. ഇവനറിയാം. ഞാൻ പറഞ്ഞായിരുന്നല്ലേ പഠിക്കണം. നമുക്ക് ഈശ്വര പ്രാർത്ഥന തുടങ്ങിട്ടെ. റെഡി 1 2 3 4. പിച്ച തെണ്ടുവാൻ നാവുകൾ നൽകിനേ, പിച്ച വാങ്ങുവാൻ കൈകളും നൽകിനേ. പിച്ചയില്ലാതെ നഷ്ടമി ജീവിതം, നഷ്ടമില്ലാതെ കാക്കണം ദൈവമേ, നഷ്ടമില്ലാതെ കാക്കണം ദൈവമേ, നഷ്ടമില്ലാതെ കാക്കണം. ഒന്നാതെ നഷ്ടമാണ്.